വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, ശ്രുതി ടീച്ചറിന്റെ ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എല്ലാവരും പരീക്ഷ എക്സാം ഓറിയന്റഡ് ചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് അല്ലേ. ഓരോ കോണ്ടന്റും അല്ലെങ്കിൽ ഓരോ ലൈവ് ക്ലാസ്സുകളും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം അടങ്ങിയ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് സൈലത്തിലെ ഓരോ ഫാക്കൽറ്റീസും തന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നതും അതുപോലുള്ള വളരെ 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 ഷുവർ ആയിട്ടുള്ള ഒരു ചോദ്യവുമായിട്ടാണ്. നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, ചോദ്യത്തിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യത്തെ അല്ലെങ്കിൽ അതിനു മുൻപ് ടീച്ചർ പറയാണ്, പരീക്ഷയെ ചിരിച്ചുകൊണ്ട് നേരിടാൻ നമ്മൾ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യണം അല്ലെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കാണുക, ഒന്ന് ജസ്റ്റ് കണ്ടാൽ മതി. മലയാളമൊക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ആദ്യത്തെ ചോദ്യം ഇതാണ്, മുൻവർഷ ചോദ്യമാണ്. വാഗ്മയ ചിത്രം തയ്യാറാക്കുക. എല്ലാ ചോദ്യ പേപ്പറിലും, മിക്ക ചോദ്യ പേപ്പറിലും നമ്മൾ കാണുന്ന ഒരു ചോദ്യമാണ് വാഗ്മയ ചിത്രം അല്ലെ. ഇവിടെ ഒരു വാഗ്മയ ചിത്രം തന്നിട്ടുണ്ട് കേട്ടോ. അരയിൽ വീതിയുള്ള കരയോടുകൂടിയ കസവുമുണ്ട്, അതിനു മുകളിൽ മുറുക്കി കെട്ടിയ രണ്ടാമുണ്ട്, നെറ്റിയിലെ വിയർപ്പിൽ നനഞ്ഞു കുതിർന്ന ചന്ദനക്കുറി, കഴുത്തിൽ തിളങ്ങുന്ന മാലയിൽ തടിച്ച ലോക്കറ്റ് ആടിക്കളിക്കുന്നു. നിവർന്നും കുനിഞ്ഞും നോട്ടം കൊണ്ടും ആംഗ്യം കൊണ്ടും കൂട്ടുകാരെ പ്രോത്സാഹിപ്പിച്ച് ഇരു കൈകളിലുമുള്ള കോലുകളാൽ ചെണ്ടപ്പുറത്ത് മേളപ്പെരുപ്പം തീർത്ത് അയാൾ കാണികളെ ആവേശം കൊള്ളിക്കുന്നു. ചെണ്ടക്കാരനെ കുറിച്ചുള്ള ഒരു വാഗ്മയ ചിത്രമാണ് ഇവിടെ കാണുന്നത്. നമുക്കിത് വായിക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അയാൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അയാളുടെ വേഷം എന്താണ്, അയാളുടെ രൂപം എന്താണ് എന്നൊക്കെ അല്ലെ. ഇതാണ് വാഗ്മയ ചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആരെ കുറിച്ച് എന്ന് പറയാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കുറിച്ച് ഒരു വാഗ്മയ ചിത്രം തയ്യാറാക്കാനാണ് പറയുന്നത്. അത് കായിക താരമോ കലാകാരനോ ആവാം എന്ന് പറയുന്നുണ്ട്. കലാകാരൻ എന്നാവുമ്പോൾ നിങ്ങൾക്ക് സാഹിത്യകാരനാവാം, അല്ലെങ്കിൽ മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ ആവാം കേട്ടോ. സിനിമാ നടന്മാരാവാം. കലാരംഗത്ത്, കായിക രംഗത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരാണ്? മെസ്സിയാണ്, അല്ലെങ്കിൽ റൊണാൾഡോനാണ്, അതും അല്ലെങ്കിൽ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറെയാണ്, ധോണിയാണ്, വിരാട് കോഹ്ലിയാണ്, ആരെയുമാകാം. നർത്തകരായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു മേഖലകളിലുള്ള ആരെങ്കിലും ആയിക്കോട്ടെ, അവരെ ആരെങ്കിലും കുറിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത്. നമുക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കുഞ്ഞുണ്ണി മാഷില്ലേ, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുണ്ണി മാഷെ കുറിച്ചുള്ള ഒരു വാഗ്മയ ചിത്രം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാം. വളരെ ലളിതമായിട്ട് മതി കേട്ടോ. കുഞ്ഞുണ്ണി മാഷ്, നെറ്റിയിൽ ഭസ്മക്കുറി, കഴുത്തിൽ രുദ്രാക്ഷമാല. ഇത് നിങ്ങളൊരു ഹെഡിങ് പോലെ എഴുതിയാൽ മതി കേട്ടോ. നെറ്റിയിൽ ഭസ്മക്കുറി, കഴുത്തിൽ രുദ്രാക്ഷമാല. പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം എന്ന് വിളിച്ചു പറയുന്ന കണ്ണുകൾ. അതായത് നീളം കുറഞ്ഞിട്ടാണ് മാഷ്ക്ക് അല്ലെ, വളരെ നീളം കുറവാണ്. അപ്പൊ അദ്ദേഹം പറയും പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം എന്ന് വിളിച്ചു പറയുന്ന കണ്ണുകൾ. വെണ്മയുടെ പ്രതീകമായ വെളുത്ത താടി, വെളുത്ത താടിയാണ് അല്ലെ. അതുപോലെ ആ കറുത്ത കണ്ണടകൾ വെച്ച് എഴുതുന്നതോ കുട്ടികൾക്കുള്ള പ്രിയ കവിതകൾ. അതൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് എഴുതാം. കറുത്ത കണ്ണടയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദേഹത്തെ വസ്ത്രത്തെ കുറിച്ച് വേണമെങ്കിൽ പറയാം അല്ലെ. കൈയുള്ള ബനിയനും കൈലിമുണ്ടും അല്ലെ എടുത്ത് എവിടെയാണ് തോളിൽ ഒരു മുണ്ടൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം. ഇങ്ങനെയാണ് ഒരു വാഗ്മയ ചിത്രം തയ്യാറാക്കേണ്ടത്. ഇനി ഗാന്ധിജിയെ കുറിച്ചും നെഹ്റുവിനെ കുറിച്ചും ഒക്കെ ടീച്ചർ മുൻപ് തയ്യാറാക്കിയിട്ട് വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ടീച്ചർ പുതിയൊരു ഫ്രഷ് ആയിട്ട് ഒന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വാഗ്മയ ചിത്രം തയ്യാറാക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.